അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്. പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സന്തോഷം പങ്കുവെക്കാനുണ്ട്. എന്താ പറയുക, 2022 ജനുവരി 1 നമ്മൾ ആയുസിൻ്റെ താളുകളിൽ നിന്ന് ഒരു വർഷവും കൂടെ നമ്മുടെ കുറഞ്ഞിരിക്കുന്നു. വ്യത്യസ്തമായ ഒരുപാട് സൗഹൃദങ്ങൾ നമുക്കുണ്ട്. ഹൃദയത്തെ വല്ലാതെ സന്തോഷപ്പെടുത്തിയൊരു സംഭവം. അതായത്, ഞാൻ UAE വരുന്നതിന് മുൻപ് നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിലെ ഒരു ഉമ്മയെയും ഒരു കൊച്ചുകുട്ടിയെയും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 1 വയസ്സുള്ളൊരു കുട്ടി, ഉമ്മ മാനസിക രോഗി, കാലിന് 2 ചങ്ങലയിട്ട് കിടക്കുന്നു. അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, കിടക്കാൻ കിടക്കയില്ല, കട്ടയിലില്ല, അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥ, ബാത്റൂം ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും ചെയ്തു കൊടുത്തു. ഞാൻ അവരെ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിച്ചിരുന്നു. അവരുടെ CT സ്കാൻ എടുത്തിരുന്നു. അവർക്കതിൻ്റെ ഗുളിക വാങ്ങിച്ചു കൊടുത്തിരുന്നു. ആ സ്ത്രീ സംസാരിക്കാൻ തുടങ്ങി. ആ സ്ത്രീ മറ്റുള്ളവരെ തിരിച്ചറിയാൻ തുടങ്ങി. ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ തുടങ്ങി. ആ സ്ത്രീ ഉറങ്ങാൻ തുടങ്ങി. രാവിലെയും അതുപോലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഉറങ്ങാൻ തുടങ്ങി. ആ സ്ത്രീ തന്നെ ഗുളിക എടുത്ത് കുടിക്കാൻ തുടങ്ങി. അത്ഭുതപ്പെടുത്തുന്ന ഒരു മാറ്റമാണ് ആ പെങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്, ആ സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അന്ന് ആ വീഡിയോ കണ്ടിട്ട് എത്രയോ ആളുകൾ കരഞ്ഞിട്ടുണ്ട്, എത്രയോ ആളുകൾ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയ സന്തോഷം ഈ 2022 ജനുവരി 1 നിങ്ങളോട് ആ ഒരു വലിയ സന്തോഷം പങ്കുവെക്കാണ്. ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടപ്പോൾ ഷാ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർമാരായ ഹനീഫ ബായും ഷനാബ് ബായും അവർ പറഞ്ഞ് അവരെന്തായാലും ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിലവിലുള്ള ചികിത്സയുടെ ഫണ്ട് ഷാ ഗ്രൂപ്പ് ആൻഡ് ചിയാൻ ചായ് ഗ്രൂപ്പാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ ഫണ്ടൊന്നും വേണ്ട അതിന്. പക്ഷേ അവർക്കൊരു ഗുളിക പോലും വാങ്ങിച്ചു കൊടുക്കാൻ അവരുടെ കുടുംബത്തെ ആരും ഇല്ലായിരുന്നു. ആ സ്ത്രീക്കൊരു മാനസിക രോഗമാണെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് ഇട്ടേച്ചു പോയി. ആങ്ങളെയും ഇതേ അസുഖം വന്നിട്ട് എവിടെയോ പോയി. അങ്ങനെ വല്ലാത്തൊരു സങ്കടക്കടലുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെ സർവശക്തനായ നാഥന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കണ്ടെത്താനും ആ 1 വയസ്സുള്ള കുട്ടിക്ക് അവർക്കൊരു ഉമ്മയെ തിരിച്ചു കൊടുക്കാനും കഴിയുമെന്നുള്ള വലിയ പ്രത്യാശ. ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഇന്നോ നാളെയോ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. പേഴ്സണലി എനിക്കതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. എന്നെ ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം അത്രമാത്രം വലുതാണ്. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു സങ്കടം, ആ കുട്ടി ഒരേ കരച്ചിലാണ്. പക്ഷെ ആ സ്ത്രീ ആ കുട്ടിക്ക് പാല് കൊടുക്കാറുണ്ടായിരുന്നു. ബാക്കി കുട്ടിയെ നോക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ പാൽ ആ കുട്ടിയെ കൊടുക്കും. അതെന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. എന്തായാലും നമുക്ക് ചുറ്റും പ്രയാസപ്പെടുന്ന 10,000-ങ്ങളുണ്ട്. നമുക്കവരെ എല്ലാവരും സഹായിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അവരോടൊക്കെ നമുക്ക് നല്ല വാക്കുകൾ പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ആ ഒരു സ്ത്രീയുടെ അസുഖം പെട്ടെന്നും മാറാൻ കാരണക്കാരെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 2 ചങ്ങല കൊണ്ടാണ് അവരുടെ കാലുകൾ ബന്ധിച്ചിരുന്നത്. 2 ചങ്ങല കൊണ്ട് ബന്ധിച്ച കാലുകൊണ്ട് അവരിങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോകുന്നൊരു വീഡിയോ എൻ്റെ മൊബൈലിൽ ഒരു സങ്കടമായിട്ടുണ്ടായിരുന്നു. 2-3 വർഷങ്ങളായിട്ട്, ഏകദേശം 1.5 വർഷം തോന്നുന്നു, അവരിങ്ങനെയുണ്ട്. പുറത്തിങ്ങനെ വന്നിരിക്കും, എന്തൊക്കെയോ സംസാരിക്കും, ആരും അവരെ മൈൻഡ് ചെയ്യാറില്ല, എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു.
അങ്ങനെയുള്ളൊരവസ്ഥയുള്ള ആളുകളെ നമുക്ക് കാണാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റിയത് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും സന്തോഷമുള്ളൊരു പ്രവർത്തനം ആ 1 വയസ്സുള്ള കുട്ടിക്ക് അതിൻ്റെ അമ്മയെ തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. കാരണം നമുക്കറിയാം, നമ്മളെത്ര ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, സമ്പത്തുള്ള എന്ത് മനുഷ്യനായാലും നമ്മുടെ മാനസിക നില തകരാറിലായാൽ പിന്നെ നമ്മളൊന്നിനും പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കുടുംബം, ആ കുടുംബത്തെ ചികിത്സിക്കണമെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നിച്ചത് നിങ്ങളിൽ ആരോ ഒരാളാണ്. ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, നൂർക്ക എൻ്റെ അന്ന് ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കമൻറ്റ്, നൂർക്ക അവരൊന്ന് കാണിച്ചു നോക്കണം, അവരൊരു പക്ഷേ ശരിയാവാൻ സാധ്യത ഉണ്ടെന്നുള്ള ആ ഒരു ചിന്ത എന്നിലേക്ക് തന്നതും നിങ്ങളൊരു ആരാന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവരെ കാണിക്കണമെന്ന്. പക്ഷേ ഒന്നുകൂടെ എൻ്റെ മനസ്സിലേക്ക് അവരെ ഡോക്ടറെ കാണിക്കുമോ എന്ന് ചോദിച്ച ആരോ ഒരാളാണ്. അതുപോലെ ഞാൻ ഈ ജീവകാരുണ്യ പ്രവർത്തനം ഒന്ന് ആക്റ്റീവായിട്ട് സോഷ്യൽ സൈബർ ഇടങ്ങളിൽ ചെയ്യാൻ കാരണക്കാരനും ഏതോ ഒരു ഇതുപോലൊരാളാണ്. എനിക്കൊരു കമൻറ്റ് വന്നതാണ്. 2017 തോന്നുന്നത്, 2018 കൊച്ചിയിലുണ്ടായ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ എന്നോട് ഏതോ ഒരാൾ ചോദിച്ചതാണ്, നിങ്ങൾക്ക് പാവങ്ങളുടെ ഹാങ്കർ ആയിക്കൂടെ? അങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചതെന്ന് തോന്നുന്നു. പാവങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ശബ്ദിച്ചുകൂടെ ചോദിച്ച ഏതോ ഒരു മനുഷ്യൻ. അതാരാന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സ്പാർക്കുകൾ നമ്മൾ ഉണർത്തുന്നത് ആരൊക്കെയോ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുത്തിയ ആ സങ്കട കാഴ്ച സന്തോഷക്കണ്ണീരായി മാറും ഇൻഷാ അല്ലാ. വരും ദിനങ്ങളിൽ അവരെ ഞാൻ നല്ല ഗുളിക കൊടുത്ത്, നല്ല വസ്ത്രം കൊടുത്ത്, ഞാൻ ആദ്യം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മാറ്റി. മീൻസ് അവർക്ക് ബാത്റൂമില്ലായിരുന്നു, കിടക്കാൻ കിടക്കയില്ലായിരുന്നു, കട്ടിലില്ലായിരുന്നു, നല്ല വസ്ത്രമില്ലായിരുന്നു, നല്ല ഭക്ഷണമില്ലായിരുന്നു. ഞാൻ അതും എൻ്റയർലി ചേഞ്ച് ചെയ്തു. അവർക്ക് വൃത്തിയായ സ്ഥലത്ത് കിടക്കാനുള്ള അവസരം ഉണ്ടാക്കി. ഞാനെന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങൾ മുഖേനയാണ് എനിക്ക് കഴിഞ്ഞത്. പിന്നെ അവരെ അവിടെ നിന്നും 70 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. UP ഒരു ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ദൂരെയാണ്. അവിടെ കൊണ്ടുപോയി ആദ്യം ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തി, ഗുളിക സ്റ്റാർട്ട് ചെയ്തു 15 ദിവസത്തേക്ക്. പിന്നീട് അവരെ ഇന്ന് ബറേലി കൊണ്ടുപോയി CT സ്കാനൊക്കെ എടുത്തു. നല്ല മാറ്റമുണ്ടെന്നറിഞ്ഞു. ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാണ്. ഇനി അവർ ഗുളിക സ്ഥിരമായി കുടിച്ചാൽ അവർ നമ്മളെപ്പോലെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അവർ എൻ്റെ കുട്ടികൾ പുറത്തു പോകുമ്പോൾ അവരെ വരൂ ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ അവരെ കണ്ടത് അത്രമാത്രം പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നല്ലോ. അവരെ കേവലം ഞാനിപ്പോൾ വന്നിട്ട് ഐ തിങ്ക് ഒരു 20 ഡേയ്സിൻ്റെ ഉള്ളിൽ അവർക്ക് ഇത്രമാത്രം ഒരു മാറ്റം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്. എല്ലാം ഒരു ശക്തിയാണ്. പലരും ഈശ്വരൻ എന്ന് വിളിക്കുന്നു, ദൈവം എന്ന് വിളിക്കുന്നു, അള്ളാഹ് എന്ന് വിളിക്കുന്നു, കടവുൾ എന്ന് വിളിക്കുന്നു, ഗോഡ് പലരുടെയും. പക്ഷേ എല്ലാം ഒരു ശക്തി തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രാർത്ഥനകൾക്ക് വല്ലാത്തൊരു ശക്തി ഉണ്ടെന്നറിയാം എനിക്ക്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളൊക്കെ ഇനിയും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കൊച്ചുകുട്ടി, ഒരു 1 വയസ്സുള്ള പെൺകുട്ടി, ഞാൻ ആ കുട്ടിയെ എടുക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പോയി കളഞ്ഞു. അത്രയും സ്മെല്ലായിട്ട്. കാരണം ആ സ്ത്രീയിൽ കുളിക്കാതെ അല്ലെങ്കിൽ അത്രയും വൃത്തിഹീനമായതുകൊണ്ടുള്ള സ്മെല്ല്. പക്ഷേ എനിക്ക് ഒരു സ്മെല്ല് പോലും ഉണ്ടായില്ല. എൻ്റെ നാഥൻ എനിക്ക് അവിടെ സ്മെല്ല് തന്നിട്ടില്ല. ഞാൻ എൻ്റെ നാഥനെ എപ്പോഴും സ്തുതിക്കാറുണ്ട്. ഞാൻ വൃത്തിഹീനമായ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ,
അല്ല അതുപോലെ വൃത്തിയില്ലാത്ത ആളുകളെ കാണുമ്പോൾ എൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞാൽ, എൻ്റെ മൂക്കൊന്ന് ചുളിച്ചാൽ അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, അങ്ങനെ പോകുമ്പോൾ എനിക്ക് ആ എന്താ പറയുക, അങ്ങനത്തെ സ്മെല്ല് കിട്ടാറില്ല. അതെൻ്റെ നാഥൻ എന്നോട് കാണിച്ച ഒരു കാരുണ്യമായിട്ട് ഞാൻ കാണാണ്. കാരണം നമ്മൾ ചില ആളുകളടുത്ത് പോകുമ്പോൾ അവർ കുളിച്ചിട്ടുണ്ടാവില്ല, പല്ല് തേച്ചിട്ടുണ്ടാവില്ല, മലമൂത്ര വിസർജനം അവരെ ബെഡിൽ തന്നെ നടത്തുന്ന ആൾക്കാരായിരിക്കും. എഴുന്നേൽക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ ഒരിക്കലും എന്താ പറയുക, എഴുന്നേൽക്കാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു സ്മെല്ലുണ്ടാവും. പക്ഷേ എനിക്ക് ആ സ്മെല്ല് അനുഭവപ്പെടാറില്ല. അതെന്താ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നേക്കാൾ 10,000 മടങ്ങ് കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എൻ്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് കാണിച്ച, അല്ലെങ്കിൽ ഉമ്മത്തിനോട് കാണിച്ച, അല്ലെങ്കിൽ മനുഷ്യരാശിയോട് കാണിച്ച കോടിക്കണക്കിന് സ്നേഹത്തിൻ്റെ ശതമാനത്തിൻ്റെ ഒരു കടുകുമണിയുടെ ഒരു കാൽഭാഗം പോലും എനിക്ക് മറ്റുള്ളവരോട് കാണിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഈ ലോകം പടക്കാൻ കാരണക്കാരനായ എൻ്റെ പ്രവാചകൻ, ലോകത്തിൻ്റെ പ്രവാചകൻ, നമ്മുടെ പ്രവാചകൻ എത്രമാത്രം സ്നേഹമായിരിക്കാം മറ്റുള്ളവരോട് കാണിച്ചതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നന്മയുടെ വഴിയിൽ പുതുവ വർഷവും നമുക്ക് ജാതിയോ മതമോ വർഗമോ ജാതിയോ നിറമോ ഒന്നും നോക്കാതെ മറ്റുള്ളവരെ സ്നേഹിച്ച് അവരെ കണ്ട് നല്ല വാക്കുകൾ പറഞ്ഞ് നല്ല പുഞ്ചിരി കൊടുത്ത് നമുക്ക് ജീവിക്കാം. മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും തമ്മിൽ തല്ലുന്ന ഒരു മനുഷ്യൻ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അനുയായിയല്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. മതത്തിൻ്റെ, ജാതിയുടെ, വർഗത്തിൻ്റെ, നിറത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലുന്ന, തമ്മിൽ കൊല്ലുന്ന ലോകത്തെ ഒരു മനുഷ്യൻ പോലും മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയല്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അള്ളാഹിൻ്റെ പ്രവാചകന്റെ അനുയായി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിച്ച്, അവരെ സഹായിച്ച്, അവരെ സ്വാന്തനിപ്പിച്ച്, അവരെ ചേർത്ത് പിടിച്ച് നല്ല മനുഷ്യരായി മുൻപോട്ട് പോകുന്ന നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അവർ മാത്രമാണ് പ്രവാചകന്റെ അനുയായികൾ. ബാക്കി പേരുകൊണ്ട് അങ്ങനെ നിങ്ങളൊക്കെ അവരൊക്കെ അനുയായികളാണെന്ന് കരുതുന്നെങ്കിൽ തെറ്റാണ്. നമ്മളൊക്കെ റസൂലിൻ്റെ അനുയായികളാവാൻ വേണ്ടി നിരന്തരമായി പ്രയത്നിക്കുകയാണ്. ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടി നിരന്തരമായി പ്രയത്നിക്കുകയാണ്. നമ്മുടെ സഹോദരന് ഒരു ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ തെറ്റുണ്ട്, നിങ്ങൾക്ക് എന്തോ കുറവുണ്ട്. എനിക്ക് വലിയ വളർച്ചയില്ല, എൻ്റെ കൂടെ പഠിച്ച ഒരാൾക്ക് ഭയങ്കര ബിസിനസ്സാണ്, അവനും താഴെപ്പോ എന്നെ പോലെ ആവട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റുള്ളവരുടെ ഉയർച്ചയാണ്, അവരുടെ വളർച്ചയാണ്. അപ്പോൾ നമ്മളും വളരും, അപ്പോൾ നമുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ സന്തോഷം. 2022 ഞാനിപ്പോൾ UAE അജ്മാനിലാണ് ഉള്ളത്. ഞാൻ 2019 ഇന്തോനേഷ്യയിലാണ് ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഞാൻ ന്യൂ ഇയറിന് പോകേണ്ട 2 വർഷങ്ങൾ വേറെ വേറെ രാജ്യങ്ങളായിരുന്നു. സിംഗപ്പൂരും മലേഷ്യ ആയിരുന്നു പോകേണ്ടത്. പക്ഷേ കോവിഡ് മഹാമാരിയിൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത വർഷം ഞാൻ എവിടെ ഉണ്ടാവുള്ളത് എനിക്കറിയില്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കും അറിയില്ല. നമുക്ക് ആർക്കും പറയാനും പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മളെ നന്നാക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഈ ലോകത്തെ മുഴുവൻ നന്നാക്കാനൊന്നും പറ്റില്ല. ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ നമുക്ക് നമ്മളോട് ചോദിക്കാൻ പറ്റും, നൂറുദ്ദീൻ ഷെയ്ഖ്, നിങ്ങൾ ആരെയെങ്കിലും വിഷമിപ്പിച്ചോ, നിങ്ങൾ ആരെയെങ്കിലും ഉപദ്രവിച്ചോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളോടും ചോദിക്കാൻ പറ്റും. ഞാനതെപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്.
എന്നെ കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന്. എന്നിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. നമുക്കൊക്കെ അതിന് പറ്റണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് വേണ്ടി സ്വാന്തന സേവകരായി, നല്ല ഒരു സ്വാർത്ഥകവാഹ സംഘമായി, പ്രയാസപ്പെടുന്നവൻ്റെ കണ്ണീരിനൊപ്പുന്ന അല്ല പ്രയാസപ്പെടുന്നവൻ്റെ കണ്ണുനീരൊപ്പുന്ന തൂവാലയായി മാറാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നമ്മളോട് പറഞ്ഞത്, മഹാനായ ഗാന്ധിജി നമ്മളോട് പറഞ്ഞത്, ദ ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ്, മഹാനായ ഗാന്ധിജി നമ്മളോട് പറഞ്ഞത്, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തെരുവോരങ്ങളിലെ, ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ അവസാന ഗ്രാമീണരിൻ്റെയും കണ്ണീരൊപ്പുന്ന പ്രവർത്തനമാണ് ഇന്ത്യ. ഇന്ത്യ ഗ്രാമങ്ങളിലെ ആളുകൾ എപ്പോഴാണോ പൂർണ്ണമായി മോചിതരാവുന്നത് അതാണ് ഇന്ത്യ. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് എന്ന് നമ്മുടെ രാഷ്ട്ര പിതാവ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ അഹോരാത്രം പ്രയത്നിച്ച പതിനായിരക്കണക്കിന് ആളുകളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സലാം പറയുന്നത്, അവരോടൊക്കെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഒരുപാട് നന്മകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതിയ വർഷം UAE അജ്മാനിലാണെങ്കിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ രാംപൂർ ജില്ലയിലെ ഖോദിനടുത്തുള്ള ഗ്രാമത്തിൽ ഇന്നും നമ്മുടെ 260-ൻ്റെയും 300-ൻ്റെയും ഇടയിലുള്ള കുട്ടികൾക്കുള്ള ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 205ാമത് ഭക്ഷണ വിതരണം. വലിയൊരു പുണ്യല്ലേ അത്? ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു മാസത്തിനിടയിൽ ദിവസവും 500 ഭക്ഷണപ്പൊതികൾ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ ചെയ്യും. പലരും ചോദിക്കുന്നുണ്ടാവും, എന്താണ് ഈ ഭക്ഷണപ്പൊതി കൊണ്ടുള്ള ഉപകാരം എന്നാണ്. ഒന്ന്, വിശക്കുന്നവൻ്റെ വിശപ്പ് മാറുകയും, രണ്ടാമത്തേത് ഞാനിതൊക്കെ സ്കൂളുകളുമായി കേന്ദ്രീകരിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. സ്കൂളുകളുമായി കേന്ദ്രീകരിച്ച് കൊടുക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ പ്രത്യേക അവസ്ഥ വെച്ച് ഈ കുട്ടികളൊക്കെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അടുക്കാൻ തുടങ്ങും. സ്ട്രീറ്റ് ലൈറ്റ് എഡ്യൂക്കേഷൻ നമ്മളിപ്പോൾ 1000 കുട്ടികളെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്, 9 സംസ്ഥാനങ്ങളിൽ. ഇതൊരു സ്പ്രെഡാവണം. വൈജ്ഞാനിക വിപ്ലവം കൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നമുക്കൊരു തിരിവെട്ടമെങ്കിലും തെളിയിക്കാനും അത് ഉയർത്താനും അത് മറ്റുള്ളവരിലേക്ക് പ്രഭ ചൊരിയിപ്പിക്കാനും പറ്റുള്ളൂ. അതിനു വേണ്ടിയുള്ള ഒരു എളിയ ശ്രമം, അത് വിജയിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. എത്രയോ ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അവർക്കൊക്കെയും സർവശക്തനായ ഈശ്വരൻ്റെ, ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സന്ദർശിക്കണം. ഇന്ത്യയിലെ വ്യത്യസ്തമായ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളല്ലാതെ കേവലം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റ്, ആ വേസ്റ്റിനെ വേർതിരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഉള്ളിയും തക്കാളിയും എടുത്ത് അതിനെ കൊണ്ട് കറി വെച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ ഇന്ത്യയെ കാണണം നിങ്ങൾ. ഇന്ത്യ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ കോടിക്കണക്കിന് പാവങ്ങളായ ആളുകൾ മറ്റൊരു ഭാഗത്തുമുണ്ട്. പാവപ്പെട്ട ആളുകൾ ജീവിതം പഠിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തിനെ ഒരു 2 മാസം ഇന്ത്യ കറങ്ങാനൊന്ന് വിട്ടാൽ നിങ്ങളുടെ മക്കൾ ജീവിതം പഠിച്ച് തിരിച്ചു വരും. ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇന്ത്യയിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഡിഗ്രി +2 കഴിഞ്ഞ് ഡിഗ്രി PG PhD ഒക്കെ വിടുമ്പോൾ അതിൽ ഒരു 6 മാസത്തിൽ ഒരു 2 മാസം ഇന്ത്യ കറങ്ങാൻ വിടൂ. ആ മക്കൾ ഇന്ത്യ പഠിക്കട്ടെ, അവരത്രമാത്രം ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ പറയാണ്. തീർച്ചയായിട്ടും
പുതുയുഗ പിറവിയിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങളത്ര അറിവും വിവരവും വിദ്യാഭ്യാസവും സമ്പത്തൊന്നുമില്ലാത്ത എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നേക്കാൾ അറിവും പരിജ്ഞാനവും അനുഭവവും സമ്പത്തും സൗന്ദര്യവും വാക്സാമർത്ഥ്യമൊക്കെ ഉള്ള നിങ്ങൾക്ക് എന്നേക്കാൾ 100 മടങ്ങ് പ്രവർത്തനം ചെയ്യാൻ സാധിക്കും. നിങ്ങളൊക്കെ മുൻപോട്ട് വരണം. ഏതെങ്കിലുമൊക്കെ രീതിയിൽ വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളുത്താൻ ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് പോകാനുള്ള വഴി എന്നിലൂടെയാണെങ്കിൽ എന്നിലൂടെ, മറ്റുള്ളവരുടെ നിങ്ങൾ തുറന്നുണ്ടാക്കി പോകണം. ഏത് സംസ്ഥാനങ്ങളിലേക്ക് പോകാനും അവിടങ്ങളിൽ നിങ്ങൾക്കൊരു കൊച്ചു ചിറകുകൾ അവിടുത്തെ കുട്ടികൾക്ക് വിരിയിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനുള്ള എല്ലാ വഴിയും വെട്ടിത്തരുവാൻ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെടുത്താൻ ഇന്ന് നമുക്ക് ആളുകളും സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒരാൾ പോകുമ്പോൾ ഒരുപാട് ആളുകൾ പോകും. ഞാൻ എപ്പോഴും കേരളത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന സൗഹൃദങ്ങളോട് നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോകണം, വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളുത്തണം. അവിടെ വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളുത്തുന്ന ക്രൈസ്തവ മിഷണറിമാരെ, അതുപോലെ മുസ്ലിം സംഘടനകളെ, അതുപോലെ ഹൈന്ദവ സംഘടനകളുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവർക്കൊക്കെയും നമ്മുടെ അനുജന്മാരാണ്. എന്തിനാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ LKG മുതൽ UKG മുതൽ ഡിഗ്രി +2 വരെ എത്തുമ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് നമ്മൾ എന്തിനാണ് നുണ പറഞ്ഞതാണോ? അതിനോട് നമുക്ക് നീതി പുലർത്തേണ്ടേ? ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ നമ്മുടെ സഹോദരി സഹോദരന്മാരല്ലേ? എന്നെ ഒന്ന് വിളിക്കുമോ? ഞാൻ 80% ഭിന്നശേഷിയുള്ള ആളാണ്, കോഴിക്കോട് മടവൂർ സ്വദേശിയാണ്. പ്രിയപ്പെട്ട ഖാലിദ് ഓസി, ഞാൻ നിലവിൽ ആരെയും സഹായിക്കുന്നില്ല. ഓൾറെഡി ഞാൻ ഏറ്റെടുത്ത ഒരുപാട് കേസുകളുണ്ട്. അത് തന്നെ എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് തീർക്കാനുണ്ട്. അങ്ങ് മറ്റുള്ള ആരെയെങ്കിലൊക്കെ ബന്ധപ്പെടുക. അങ്ങൊരു പക്ഷേ എന്നെ കാത്തിരുന്നിട്ട് ഞാൻ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ അങ്ങേക്ക് എന്നോട് മുഷിപ്പ് തോന്നാം. അതുകൊണ്ട് അങ്ങ് വേറെ ആരെങ്കിലൊക്കെ ബന്ധപ്പെട്ട് അങ്ങയുടെ ആവശ്യം നിറവേറ്റണമെന്ന് പറയാണ്. അതുപോലെ ഇതുപോലെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ കേരളത്തിൽ തന്നെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിലവിൽ ചാരിറ്റി ഒന്നും ചെയ്യുന്നില്ല. ചെറിയ ചെറിയ പ്രവർത്തനം എൻ്റെതായ രീതി ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലൊക്കെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രവർത്തനം കൊള്ളുക. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈലിലേക്ക് ഒരാളൊരു മുട്ടൻ തെറിയ അയച്ചത്. അയാൾ എന്തോ ആരെയോ സഹായിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ UAE ഉള്ളത്, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും ബന്ധപ്പെട്ടോളൂ. അയാളേതോ കരുനാഗപ്പള്ളി എവിടെയുള്ള ഒരാളാണ്. അയാൾ എന്നെ തെറി വിളിച്ച് പറയാണ്, നിങ്ങൾ കാക്കാമാരെ മാത്രമാണോ സഹായിക്കുള്ളൂ, നിങ്ങളെ കാക്കാമാരുടെ സ്വഭാവമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിട്ടോ. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാക്കാമാരെന്നോ ഹൈന്ദവരെന്നോ മുസൽമാനെന്നോ പറയാറുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ കിണറുകൾ കൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കാണ്, എൻ്റെ ഹൈന്ദവ സഹോദരന്മാർക്കാണ്. ഞാൻ എവിടെയെങ്കിലും ഹൈന്ദവരെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവരെന്നോ പറയാറില്ല. എന്നിട്ടും എന്നോട് പറയാണ്, നിങ്ങൾ മുസ്ലിങ്ങളെ മാത്രമേ സഹായിക്കുള്ളൂ. എൻ്റെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ അവിടെ മുസ്ലിമാ നോക്കിയാൽ കൊടുക്കാറ്? ഞാൻ ലൈവ് വരാറില്ലേ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളോട് പറയാറില്ലേ? എന്നിട്ട് പോലും നമ്മളെ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് വല്ലാത്ത സങ്കടമാണ്. പിന്നെ ഞാൻ വിചാരിക്കും, ഭൂമി ഇങ്ങനെയാണ്, ലോകം ഇങ്ങനെയാണ്. നമ്മുടെ ആത്മാർത്ഥതക്കോ നമ്മുടെ സത്യസന്ധതക്കോ നമ്മുടെ നല്ല നടപ്പിനോ ഒരു വാല്യൂ നൽകാത്ത ആളുകളാണ് അങ്ങനെയും ചിലർ. പക്ഷേ എനിക്ക് സന്തോഷമായൊരു ദിവസം ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. 2021 ഡിസംബർ ലാസ്റ്റ് നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന നിങ്ങൾക്കറിയുന്ന ഞാനെങ്ങനെ എന്നിലെ ശരിയും തെറ്റും നിങ്ങൾക്ക് എഴുതാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സന്തോഷമായി. 290 കമൻ്റ് ഉണ്ട്. 290 കമൻറ്റുകളും കണ്ണുകൾ നിറക്കുന്ന, ഹൃദയം സന്തോഷിപ്പിക്കുന്ന കമൻറ്റുകളായിരുന്നു. ഈ 299 ആളുകളിൽ 90 കമൻറ്റിലും
എനിക്കറിയുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 10 ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 20 ആൾക്കാരെ. ബാക്കി എന്നെ കാണാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളൊക്കെയാണ് നമ്മളെ നമ്മളാക്കുന്നത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ 2022 ഇൻഷാ അല്ലാഹ് ഇന്ത്യ ട്രിപ്പ് പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് നന്മകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ NS ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ടൂറിസ്റ്റ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിക്ക് ഇന്ത്യ ട്രിപ്പിന് നല്ലൊരു സ്പോൺസർമാരെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കും. ഇന്ത്യയുടെ വ്യത്യസ്തമായ ഗ്രാമങ്ങളിൽ വ്യത്യസ്തമായ മക്കൾക്ക് എനിക്കറിയുന്ന ചെറിയ രീതിയിൽ അറിവൊക്കെ പകർന്നു നൽകി, അവർക്ക് കുറച്ച് നൂഡിൽസും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, കുറച്ച് വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ഭക്ഷണമൊക്കെ കൊടുത്തുള്ള ഒരു യാത്ര. എൻ്റെ ഡ്രീം, എൻ്റെ ലൈഫിൻ്റെ സ്വപ്നം, എൻ്റെ വിദൂര സ്വപ്നങ്ങളിലുണ്ടായിരുന്ന ഒരു യാത്രയായിരുന്നു. 10,000-കണക്കിന് കുട്ടികളോട് സംസാരിച്ച് അവരുടെ അറിവ് എന്നിലേക്ക് ആവാഹിച്ച് എൻ്റെ ചെറിയ അറിവ് അവർക്ക് കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഒരു 4-5 മാസമുള്ള യാത്ര. വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ അറിവുകൾ, വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ. അതൊക്കെ ഹിന്ദിയിലും മലയാളത്തിലും നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വരും. പച്ചയായ അനുഭവം, ആർട്ടിഫിഷ്യൽ അല്ലാത്ത അറിവുകൾ. ഓരോ മനുഷ്യനും എൻ്റെ മുൻപിലെത്തുന്നത് ഓരോ കഥാപാത്രങ്ങളായിട്ടാണ്. ആ കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പച്ചയായി തുറന്നു കാട്ടുന്ന ഒരു യാത്ര. തെരുവുകളിൽ അന്തിയുറങ്ങി, തെരുവിൽ ഭക്ഷണം കഴിച്ച്, ഒരു വളരെ ഏതൊരാളും ആഗ്രഹിക്കുന്നൊരു യാത്ര. 130 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ന് വരെ ഇന്ത്യയിൽ ഒരാളും നടത്താത്തൊരു യാത്രയാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഒരുപാട് വർഷമായി അങ്ങനെ യാത്ര പോകുന്ന ഒരാളാണ്. ഞാൻ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു യാത്ര ഞാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നാട്ടിലെത്തിയാൽ ഉടനെ അതിൻ്റെ പ്രവർത്തനമാണ് ഉണ്ടാവുക. പിന്നെ ഡൽഹിയിൽ എത്രയോ പ്രവാസികൾക്ക് ഡൽഹി, ഹരിയാന, എന്താ പറയുക, മണാലി, കശ്മീരൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. അവർക്കൊക്കെ നമ്മുടെ ടൂറിസ്റ്റ് NS ഡിജിറ്റൽ മാർക്കറ്റിൻ്റെയും ടൂറിസ്റ്റ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി അതിനൊരു അവസരം ഡൽഹിയിൽ ഒരു ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ബിസിനസ്സാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഉമ്മയും ബാപ്പയും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഇന്ത്യ കറങ്ങാനുള്ളൊരു അവസരം വിത്ത് ഡ്രൈവർ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അവസരങ്ങളും ചെയ്തിരുന്ന ഒരു പരിപാടി. അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട് 2022 നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സന്തോഷങ്ങൾ. ഞാൻ വീഡിയോ കട്ട് ചെയ്യാണ്. ഞാൻ ഇതുവരെ ചോറ് തിന്നിട്ടില്ല. ചോറ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ചോറ് ഇവിടെ 4 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. നാട്ടിൽ 5-6 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കഴിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഓർമ്മ വന്നത്, ലൈവ് ചെയ്യാതെ വിചാരിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷം. സർവർക്കും സർവൈശ്വര്യം ഉണ്ടാവട്ടെ. സ്നേഹപൂർവ്വം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.